ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷ് നിധിയെ സോപ്പിടാൻ വേണ്ടി ചെന്നതാണ്, പക്ഷെ നടന്നില്ല. നിധിയാണ് എടുത്തിട്ട് കൊടുത്തു എന്ന് പറയാം. നിങ്ങളെങ്ങനെ ഇങ്ങനെ ഇത്ര നുണയനായിപ്പോയത്? നിങ്ങളുടെ അനിയന്മാരും ചേട്ടനും അച്ഛനൊക്കെ എത്ര നല്ല മനുഷ്യരാ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അത് പിന്നെ അന്ന് ഞാൻ ഇയാളെ കാണുമ്പോൾ മതി നിർത്തിക്കോ, എനിക്ക് മനസ്സിലായി. അന്ന് എന്നെ ആദ്യമായിട്ട് കാണുമ്പോൾ ഞാൻ ഈ വീട്ടിലേക്ക് വരും എന്നറിയായിരുന്നില്ല. പിന്നീട് ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ഒരാളോട് എന്തിനു വെറുതെ സത്യം പറയണം, അതല്ലേ ലോജിക്ക് എന്നിങ്ങനെ നിധി ചോദിക്കുക. അപ്പോൾ അതെ എന്ന് പറഞ്ഞ സുധീഷ് നിൽക്കുക കേട്ടോ. ഞാൻ ആ ലോജിക്കിലേക്ക് വരാമെന്ന് പറഞ്ഞു. ഇപ്പം ഞാനിവിടെ വന്നിട്ട് 3 മാസം കഴിഞ്ഞില്ലേന്ന് ചോദിച്ചു. പിന്നെ ഇപ്പം ഞാൻ അറിയാത്ത ആളൊന്നും അല്ലല്ലോ താൻ, ആണോ? എന്നിട്ടും അതേ നോണ എന്നോട് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിനാണെന്ന് നിധി ചോദിച്ചു. അതിന് ഉത്തരവില്ല. ഈ അടുത്തിടെ ഞാൻ കോളേജിലേക്ക് ബസ്സിലേക്ക് പോകാൻ നിന്നപ്പോൾ നമ്മുടെ കാറ് വരുത്തുന്ന ജാട നിങ്ങൾ കാണിച്ചില്ലേ? അപ്പോഴും അതേ നോണ തന്നെ നിങ്ങൾ ആവർത്തിക്കുകയായിരുന്നില്ലേ? അതെന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്തേ? അത് പിന്നെ ഞങ്ങൾ ഡ്രൈവേഴ്സ് എപ്പോഴും ഞങ്ങളുടെ വണ്ടി എന്നും പറഞ്ഞ് ശീലമായി പോയതുകൊണ്ടാണ്. ജോലിയോട് അത്രമേൽ സിൻസിയർ ആയതുകൊണ്ട് അപ്പോഴത്തേക്കും എൻ്റെ മോത്തി നിർത്തിക്കോളാൻ പറഞ്ഞു. ആലോചിക്കും തോറും ഉണ്ടല്ലോ എൻ്റെ തല പെരുത്ത് വരിക നിങ്ങളെപ്പറ്റി ആലോചിക്കും തോറും. ഞാൻ വേറെ ഒരു പൊട്ടിയായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിധി. എൻ്റെ പൊന്നോ, നിങ്ങളുടെ ട്രാവൽസിൽ പകൽ സമയത്ത് ഞാൻ ജോലിക്ക് വരെ വന്നിരിക്കാമെന്ന് പറഞ്ഞില്ലേ? അപ്പോഴെങ്കിലും അങ്ങനെ ഒരു ട്രാവൽസ് എനിക്കില്ലാന്ന് നിങ്ങൾ പറഞ്ഞോന്ന് ചോദിച്ചു. നിങ്ങളെപ്പറ്റി ഓർക്കുമ്പോഴേ എനിക്ക് ദേഷ്യം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നിധി നിന്നിങ്ങനെ സുധീഷിനോട് വഴക്ക് പറയുക. ഇനി എന്നോട് സംസാരിക്കാൻ വന്നേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ കലിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിധി അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ നിധി അങ്ങനെയൊന്നും പറയല്ലേ നിധി, ഇത്രയും വെറുപ്പ് നമുക്കിടയിൽ ഉണ്ടാകാൻ എന്താ കാരണം എന്നൊക്കെ ഇങ്ങനെ സുധീഷ് ചോദിക്കാം കേട്ടോ. പിന്നെ നിങ്ങളോട് സംസാരിക്കാൻ നിന്നാലുണ്ടല്ലോ എനിക്ക് തല പെരിക്കും. 24 മണിക്കൂറും ഞാൻ ബിസി ആയതുകൊണ്ട് എന്നോട് സംസാരിക്കാൻ പോലും നിങ്ങൾക്ക് ഇതുവരെ സന്ദർഭം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണോ നിങ്ങൾ എന്നോട് സത്യം പറയാത്തത്? അതുകൊണ്ട് ഗതികേടുകൊണ്ട് സത്യം പറയാൻ കഴിയാതെ പോയ മഹാനായ താങ്കളെ എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ നിധി ഇങ്ങനെ നിന്ന് കളിയാക്കി പറയാം. എത്ര തവണ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്, അപ്പോഴൊന്നും നിങ്ങൾക്ക് പറയാൻ സമയവും സന്ദർഭവും കിട്ടിയില്ലല്ലേ എന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. എന്തോർമ്മയില്ലെന്ന്? അല്ല, ഞാനിങ്ങനെ ഒരു ട്രാവൽസ് നടത്തുകയാണെന്ന് നുണ പറഞ്ഞതായിട്ട് ഓർക്കുന്നില്ലായിരുന്നില്ല, അതാ കാരണമെന്ന് സുധീഷ് നിധിയോട് പറയണം. പിന്നെ അതിനുള്ളൊരു സ്പേസ് നിധി എനിക്ക് തന്നിട്ടും ഇല്ലല്ലോ എന്ന് പറയാം. അതും ഒന്ന് ഓർക്കണം എന്ന് സുധീഷ് പറയുമ്പോഴും നിധി അന്തം വിട്ട് നിൽക്കുക കേട്ടോ. ഒരിക്കലും സംസാരിക്കാൻ വേണ്ടി വന്നാൽ തന്നെ ഇയാൾ വീട് വിട്ട് പോവുകയാണ്, ഹോസ്റ്റൽ നോക്കി പോവുകയാണ്, തനിയെ താമസിക്കാൻ പോവുകയാണ്, ഡിവോഴ്സ് വാങ്ങാൻ പോവുകയാണെന്നല്ലാതെ നമുക്കിടയിൽ വേറെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്ന് സുധീഷ് നിധിയോട് ചോദിക്കുക. പിന്നെ എടോ, ഞാൻ ശരിക്കും ഇയാളുടെ മുന്നിൽ ആരാണെന്ന് പോലും എനിക്കറിയില്ല എന്ന് സുധീഷ് നിധിയോട് പറയണം. സുഭാഷ് ചേട്ടൻ ഇയാൾക്ക് ചേട്ടനാ, നികേഷ് സ്വന്തം അനിയനാ, ഹരീഷും അങ്ങനെ തന്നെയാ. എന്തിന്? നാട് മുഴുവനും ചാരായക്കുഴി എന്ന് വീട് പേരുള്ളതിൻ്റെ അച്ഛനോട് പോലും ഇയാൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. പക്ഷേ എന്നാ ഞാനെന്നൊരു മനുഷ്യൻ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടെന്ന് പോലും നിധി കരുതിയിട്ടില്ല എന്നും ഒരു ഫ്രണ്ടായിട്ട് പോലും നിധി എന്നെ കരുതിയിട്ടില്ല എന്നും സുധീഷ് പറയണം. പിന്നെ ഇതിനിടയിൽ ഞാൻ ഏത് സന്ദർഭത്തിൽ സത്യം പറയാനാണെന്നൊക്കെ സുധീഷ് നിധിയോട് ചോദിക്കട്ടോ. നിധി അന്തം വിട്ടിങ്ങനെ നിൽക്കുക. താനത് പറയാൻ പറഞ്ഞു. അപ്പോൾ എല്ലാത്തിനും പിന്നെ ഒരു ന്യായം ഉണ്ടല്ലോ അല്ലേ? ഇങ്ങനെ സമയത്ത് നിങ്ങളെ കൂടി പറയാൻ പറ്റുന്നു? എല്ലാ പോസിബിലിറ്റീസും അന്വേഷിച്ച് നിങ്ങളെന്താ പഠിച്ചു വെച്ചിരിക്കുന്നതാണോ? അതോ അതാത് സമയത്ത് തനിയെ ഒഴുകി വരുന്നതാണോ? പിന്നെ പെരുന്നുണയന്മാർക്ക് അങ്ങനെ ഒരു കഴിവ് കാണുമായിരിക്കും. അപ്പം നിധി, ഇപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചു. എന്നെ ഒരു ഫ്രണ്ടായിട്ട് പോലും കാണാത്ത ഒരാളോട് ഞാൻ സത്യം പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതൊരു വിഷയമാണോ എന്ന് നിധിയോട് ചോദിക്കുക സുധീഷ്. നിധി ഒന്നും മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ആലോചിച്ചാൽ നിധിക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞതെന്നും സുധീഷ് ചോദിച്ചു. അയ്യോ എൻ്റെ പൊന്നോ, വേണ്ട. ഒരാടിനെ തന്നിട്ട് 10 മിനിറ്റ് സമയം തന്നാൽ നിങ്ങളതിന് 5 മിനിറ്റ് കൊണ്ട് പട്ടിയാക്കുമെന്ന് നിധി സുധീഷിനോട് പറയാം. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള സംസാരമേ ഇനി വേണ്ട. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുക, ഞാൻ എൻ്റെ കാര്യം നോക്കിയോളാം എന്ന് പറഞ്ഞ് നിധി അങ്ങ് പോയി. സുധീഷ് ഇങ്ങനെ നിൽക്കുക. ആ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹരീഷും അതുപോലെ സുഭാഷും കൂടെ റോഡിലൂടെ ഇങ്ങനെ നടന്നു വരുന്നൊരു സമയത്ത് ഇവർ വീട്ടിലെ വിശേഷമൊക്കെ പറഞ്ഞാൽ വരുന്നേ. അപ്പോഴേക്ക് ഇവരുടെ മുന്നിലേക്ക് ഒരു കാറ് വന്നു. ആ കാറ് വന്ന് ഇവരുടെ മുന്നിൽ നിർത്തി. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക, ആരാ എന്താ എന്നൊക്കെയുള്ളൊരു രീതിയിൽ. അപ്പം നിധിയെ പറ്റിയാണ് ഇവർ കൂടുതലും സംസാരിച്ചുകൊണ്ട് വരുന്നത്. അടച്ചിട്ട വീട്ടിൽ ഒറ്റപ്പെട്ടു പോയി നിധി അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടൻ വന്നിട്ട് അതെ ഗൾഫിൽ ജോലിയുള്ള, അപ്പോൾ ഈയിടെ നാട്ടിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി. ഇല്ല ഞങ്ങൾക്കറിയില്ല എന്ന് ഹരീഷ് ചാടിക്കറിയെന്ന് പറഞ്ഞു. എടാ നിൽക്കടാ, എന്താ
എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ഇറങ്ങി ധനേന്ദ്രൻ എന്ന് പറഞ്ഞ പുള്ളി. ഞങ്ങൾക്കറിയാം, പറഞ്ഞോളാൻ പറഞ്ഞു സുഭാഷ. അപ്പോൾ ഒരു മിനിറ്റ് ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വണ്ടി ഒതുക്കി ഇവരുടെ അടുത്തേക്ക് ചെന്നു. അതെ, അയാൾക്കൊരു മകളുണ്ടല്ലോ, എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു പയ്യനാണ് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോകുന്നത്, അപ്പോൾ അവരെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സ്വന്തക്കാരൻ ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ കൂടെ തന്നെയാണ് ജോലി ചെയ്യുന്നത് തുടങ്ങിയ കാര്യമൊക്കെ പറഞ്ഞു. പെണ്ണ് കാണലും ജാതക കൈമാറലും ഒക്കെ കഴിഞ്ഞതാണ്, എന്നാലും നിശ്ചയം നടക്കും മുൻപ് ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതിയതാണെന്നൊക്കെ പറഞ്ഞു. ചേട്ടൻ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് വിളിക്കുമ്പോൾ നിൽക്കടാ എന്ന് സുഭാഷ് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പയ്യനാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ സുഭാഷ് പറഞ്ഞു, നല്ല കുട്ടിയാ, ആ കുട്ടിയെ നിങ്ങൾക്ക് ധൈര്യമായി വിവാഹം കഴിച്ചുകൊണ്ട് പോകാം, നല്ലൊരു പെൺകുട്ടിയായിരിക്കും, നിങ്ങളുടെ സ്വന്തത്തിൽപ്പെട്ട പയ്യന് നല്ലൊരു ആളായിരിക്കും അവൾ എന്നൊക്കെ പറയാം, ആ കുട്ടിയെ ധൈര്യമായിട്ട് വിവാഹം കഴിച്ചോളാനും പറഞ്ഞു, നിങ്ങളുടെ പയ്യന് അവളോട് നല്ലൊരു കൂട്ടായിരിക്കും എന്നും പറഞ്ഞു. അപ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ അങ്ങ് പോയി. ചേട്ടൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ചേട്ടൻ എൻ്റെ വട്ടാണോ എന്ന് ഹരീഷ് ചോദിക്കുകയാണ് സുഭാഷിനോട്. ചുമ്മാരിയടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നെ കാണിക്കുന്ന ഭാസ്കരേട്ടൻ അവിടെ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പാട്ടൊക്കെ പാടി പത്രം വായിക്കുന്നു. ഈ ചേട്ടൻ അതേപോലെ തന്നെ ഇവരുടെ മുന്നിലേക്ക് ചെന്നു. നമ്മുടെ ഭാസ്കരേട്ടനെ കണ്ടുവന്ന് ചിരിച്ചു. ഭാസ്കരേട്ടൻ ഇങ്ങനെ നോക്കി. അപ്പോൾ എന്നെ അറിയോ എന്ന് ഭാസ്കരേട്ടൻ ചോദിച്ചു. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ചിരിച്ചേ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ വെറുതെ ചിരിച്ചതാണെന്ന് ആ ചേട്ടൻ പറഞ്ഞു. മലയാളികൾ അങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാരെ നോക്കി വെറുതെ ചിരിക്കാറൊന്നുമില്ല, അതൊക്കെ സായിപ്പുമാരുടെ ശീലമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടനൊരു ചായ മേടിച്ചു. അപ്പം ഞാൻ കുറേ കാലം UK അതായിരിക്കും എന്നാ ചേട്ടൻ പറയാം കേട്ടോ. ഇപ്പോൾ പ്ലെയിൻ ഇറങ്ങി വരുന്ന വഴിയായിരിക്കും അല്ലേ എന്നൊക്കെ നമ്മുടെ ഭാസ്കരേട്ടൻ ചോദിച്ചാൽ ചേട്ടൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അല്ല, ഈ നാട്ടിൽ കണ്ട് പരിചയമൊന്നും ഇല്ലല്ലോ. ഇല്ല, ഒരു കല്യാണാലോചനയായിട്ട് വന്നതാണെന്ന് പറയുമ്പം ആഹാ ആണിനാണോ പെണ്ണിനാണോ? ആണിന്. എന്നിട്ട് ശരിയായോ എന്ന് ചോദിച്ചു. നിശ്ചയത്തിൻ്റെ തീയതിയൊക്കെ ഉറപ്പിച്ചു, എന്നാലും നാട്ടിലൊന്ന് അന്വേഷിക്കാമെന്ന് കരുതി വന്നതാണെന്ന് പറഞ്ഞപ്പം എന്നാൽ പിന്നെ ഞങ്ങളല്ലേ നാട്ടുകാര് അല്ലേ രായ, ഞങ്ങളോട് ചോദിക്കാൻ മേലായിരുന്നോ എന്ന് ഭാസ്കരേട്ടൻ ചോദിക്കുമ്പം 1-2 പേരോട് ചോദിച്ചു. അപ്പം നല്ല കുടുംബമാണെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി എവിടെയുള്ളതാ എന്ന് ഭാസ്കരേട്ടൻ ചോദിച്ചപ്പം കുട്ടിയുടെ അച്ഛൻ്റെ പേര് ധനശേഖരൻ എന്നാ. അപ്പോൾ ഗൾഫിലെ ജോലി എന്ന് അപ്പോഴത്തേക്കും നമ്മൾ ഭാസ്കരേട്ടൻ ഒരു ഒറ്റ ചിരി. ആര്? ധനശേഖരൻ്റെ മോളോ? കുട്ടിയുടെ അമ്മയുടെ പേര് ലളിത എന്നും അമ്മാവൻ്റെ പേര് ഗംഗാധരൻ എന്നും ആയിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഇതാണ് നിമിത്തം എന്ന് പറയുന്നത്. ഇരിക്കിരിക്കെ എന്നും പറഞ്ഞിട്ട് ആ ചേട്ടനെ വിളിച്ച് ഭാസ്കരേട്ടനെ അടുത്തിരുത്തി. എൻ്റെ പൊന്നോ, എന്തായാലും ദൈവമായിട്ടാണ് നിങ്ങളിപ്പോൾ എൻ്റെ മുന്നിൽ എത്തിച്ചത്, അല്ലെങ്കിൽ ആ വീട്ടിൽ പോയി തലവെച്ച് കൊടുത്തേനെ നിങ്ങളെന്ന് ഈ ഭാസ്കരേട്ടൻ പറയാം. എന്താ ഇയാളുടെ പേര്? അപ്പോൾ വിനയൻ എന്ന് പറഞ്ഞു. പിന്നെ ഭാസ്കരേട്ടൻ എന്ന കഥ പറയാൻ തുടങ്ങി. എടോ വിനയോ, ഞാൻ വലിക്കുന്നുണ്ടെന്ന് വെച്ചാൽ വീഡിയോ എടുത്ത് കൊടുത്തു വേണ്ട എന്നും പറഞ്ഞു. ഈ നാട്ടിലെ ഏറ്റവും തല്ലിപ്പൊളി കുടുംബമാണ് അതെന്ന് ഭാസ്കരേട്ടൻ പറഞ്ഞു. ആ പെണ്ണിൻ്റെ അച്ഛൻ ഗൾഫിലാണെന്നൊക്കെ പറയുന്നുണ്ട്, പിന്നെ എന്തോ കള്ളത്തരം ചെയ്തിട്ട് നാട്ടിൽ നിന്ന് മുങ്ങിയതാണെന്നും അവിടെയും പോയി ജയിലിലൊക്കെ കിടന്നെന്നൊക്കെ കേൾക്കുന്നുണ്ടെന്ന് ഭാസ്കരേട്ടൻ പറഞ്ഞു. ധനശേഖരനോ എന്നീ ചേട്ടൻ ചോദിച്ചപ്പം നിങ്ങൾക്ക് ആള് മാറിപ്പോയതാണെന്ന് പറഞ്ഞു. അയാൾക്ക് ചെറുക്കൻ്റെ അതേ കമ്പനി തന്നെയാണ് ജോലി എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ജോലി ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല, പണ്ട് മഹാതരികടയായിരുന്നു. പിന്നെ ഈ ധനശേഖരൻ്റെ ഭാര്യയില്ലേ ലളിത, എൻ്റെ അമ്മോ വകയിൽ എൻ്റെ ഒരു അകന്ന ബന്ധുവാ, കഴുത്തിന് ചുറ്റും നാക്കുള്ള സ്ത്രീയാ, പിന്നെ മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അറിഞ്ഞുകൊടുന്നേ. അവരുടെ ചേട്ടനൊരാളുണ്ട്, നിങ്ങളുടെ ചെറുക്കൻ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ അമ്മാവൻ ഗംഗാധരൻ, അവൻ അതിലും വലിയ തെണ്ടിയാ എന്നൊക്കെ ഭാസ്കരേട്ടൻ ഇങ്ങനെ പറഞ്ഞു. രാജേട്ടൻ അന്നേരം ഇതെല്ലാം അവിടെ നിന്ന് കേൾക്കാം ചായ അടിക്കുന്ന ചേട്ടനെ. അപ്പോൾ അതേ നമ്മുടെ സുഭാഷ് അതുവഴി വന്നപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ട് വരിക. അപ്പോഴേക്ക് ആ വീട്ടുകാരെ പറ്റി ഇങ്ങനെ എല്ലാം പറഞ്ഞു, അവരോട്ട് അടുക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങളെ കണ്ടപ്പോൾ ഒരു നല്ല കുടുംബത്തിലുള്ള ആളാണെന്ന് തോന്നി, UK പോയിട്ടുള്ള ആളല്ലേ, അപ്പോൾ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ എന്നും ഭാസ്കരേട്ടൻ ചോദിച്ചു. ഞാൻ സംസാരിച്ചവർ അങ്ങനെ അല്ലല്ലോ പറഞ്ഞതെന്ന് പറഞ്ഞപ്പം അങ്ങനെയല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ സുഭാഷ് അതുവഴി ഇത് കണ്ടു. ആ പറഞ്ഞവനെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോകാം, ഞാൻ ചോദിക്കാം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഭാഷ് വന്നത് ഇയാളോടാണ് ഞാൻ ചോദിച്ചതെന്ന് അയാൾ പറഞ്ഞു. അപ്പം ഇവനോടാണോ ചോദിച്ചത്? ഇവനാണോ നിങ്ങളോട് നല്ലത് പറഞ്ഞതെന്ന് സുഭാഷിനോട് ചോദിക്കുക. എന്താണ് ആ കുടുംബത്തെ പറ്റി നിനക്കറിയത്തില്ല, ആ ലളിതയുടെ സ്വഭാവം നിനക്ക് അറിയത്തില്ലേടാ എന്ന് ചോദിച്ചപ്പം അച്ഛനും ചുമ്മാ ഇരിക്കാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു കൊടുക്കടാ, ചേട്ടാ ഇതെൻ്റെ അച്ഛനാ. അതെ, അച്ഛൻ പറയുന്നൊന്നും കാര്യമാക്കണ്ട കേട്ടോ, അയാൾ കള്ളും കുടിച്ചിട്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പം അതേടാ ഞാൻ കള്ളുകൂടിയും തന്നെയാ, കുടിച്ചിട്ടുമുണ്ട്, പക്ഷെ ബോധം പോയിട്ടൊന്നുമില്ല, പറയുന്നതിന് എനിക്ക് നല്ല വെളിവുമുണ്ട്. എടാ രാജ, നീ പറഞ്ഞു കൊടുക്കടാ. അപ്പം അതെ, അത് പിന്നെ അപ്പോൾ രാജേട്ടാ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയെന്ന് പറഞ്ഞു സുഭാഷ്. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചേട്ടനകത്തേക്ക് കയറിപ്പോയി. ചേട്ടനിങ്ങ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് ആ ചേട്ടനെ വിളിച്ചുകൊണ്ട് പോണു. അപ്പോൾ ഇവരെന്നെ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ചോദിച്ചു. അവരെ വിളിച്ചൊരു പിണക്കമുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു കെറുവാണെന്ന് പറഞ്ഞു. കുട്ടിയുടെ അച്ഛൻ ഈ ചെറുക്കൻ്റെ കൂടെ ഗൾഫിലല്ലേ ചെയ്യുന്നത്, അപ്പോൾ കാര്യങ്ങളൊക്കെ അറിയില്ലേ എന്ന് ചോദിച്ചു സുഭാഷ്. നല്ല ഫാമിലി തന്നെയാണ് ചേട്ടാ, പിന്നെ കുട്ടിയുടേത് തക്കപ്പെട്ട സ്വഭാവം തന്നെയാണ്, പിന്നെ എല്ലാ നാട്ടിലും എൻ്റെ അച്ഛനെ പോലെയുള്ള ആൾക്കാരുണ്ടാകും, പിന്നെ അവരോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം പാഴാക്കി കളയാൻ നിൽക്കരുത് കേട്ടോ എന്ന് സുഭാഷ് പറഞ്ഞു. പിന്നെ ചേട്ടാ
കല്യാണം മുടക്കാൻ എളുപ്പമാണ്, പക്ഷെ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടാ കേട്ടോ എന്ന് പറഞ്ഞു. ചേട്ടൻ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്തോളാം സുഭാഷ് പറയാ ചേട്ടനോട്. എൻ്റെ അച്ഛൻ്റെ സ്വഭാവം എനിക്കറിയാം, ആ വാക്ക് കേട്ട് നിങ്ങൾ പിന്മാറാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഓക്കെ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ അങ്ങ് പോയി. ആ ചേട്ടൻ അങ്ങ് പോയി കഴിയുമ്പോൾ ചേട്ടാ പോലെ നിൽക്ക് പറഞ്ഞിട്ട് ഭാസ്കരേട്ടൻ ആ ചേട്ടൻ പോയി കേട്ടോ. അത് കഴിഞ്ഞ് സുഭാഷിനെ ഭാസ്കരേട്ടൻ വഴക്ക് പറയുക, എടാ നിനക്കൊക്കെ പെട്ടെന്ന് അവരൊക്കെ ചെയ്തെന്ന് മറക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഈ ഭാസ്കരനത് മറക്കാൻ പറ്റത്തില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ഭാസ്കരേട്ടൻ സുഭാഷിനോട് പറഞ്ഞു. അതൊക്കെ മനസ്സിൽ വെച്ച് പെരുമാറേണ്ട ഒരു കാര്യമാണോ ഇതെന്ന് ചോദിച്ചപ്പോൾ, അല്ലാണ്ട് പിന്നെ നിനക്ക് നാണം ഉണ്ടോടാ, പോലീസ് സ്റ്റേഷൻ വരെ നിനക്ക് കയറ്റുവാനല്ലേടാ അവന്, അപ്പോൾ എന്തും ആയിക്കോട്ടെ അതിനിങ്ങനെയൊക്കെയാണോ പ്രതികാരം ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, അച്ഛ ഒരു പെൺകുട്ടിയുടെ ഭാവിയാണെന്നെങ്കിൽ അച്ഛനൊന്ന് ഓർത്തുകൂടായിരുന്നു എന്ന് ചോദിച്ചു. ഓഹോ അവരുടെ കുട്ടിക്ക് മാത്രമാണോടാ ഭാവിയുള്ളൂ, നിനക്കെന്താ ഭാവി ഇല്ലേ എന്ന് ഭാസ്കരേട്ടൻ ചോദിച്ചു. പിന്നെ നിനക്കില്ലേന്നാ ചോദിച്ചത്, അച്ഛൻ വീട്ടിൽ പോകാൻ നോക്കി, ചുമ്മാ ആവശ്യമില്ലാത്ത വീട്ടിൽ പോകാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് പേടിപ്പിക്കുമ്പോൾ, സുഭാഷ് ഒന്ന് വീട്ടിൽ പോകാച്ചാന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് ദേഷ്യപ്പെട്ടിട്ട് സുഭാഷ് അങ്ങ് പോയി. എടാ ആ ചാടയും കടിയും കാശ് കൊടുത്തേക്കാൻ പറഞ്ഞാൽ അച്ഛൻ സൈക്കിളെ കയറി വീട്ടിലോട്ടും പോയി. ഈ സമയത്ത് അച്ഛൻ വീട്ടിലോട്ട് പോകും, അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകണം. അപ്പം നമ്മുടെ നികേഷ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നികേഷ് അവിടെ ഇരിപ്പോൾ അച്ഛനെ ഇങ്ങനെ നോക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് എല്ലാവരും അല്ല ഹാസൽ പണി വെച്ച് കൊടുക്കുന്നത്, അനുഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അല്പമെങ്കിലും വിവരമുണ്ടാവും, അല്പമെങ്കിലും. അപ്പോഴത്തേക്കും നിധി അങ്ങോട്ടേക്ക് വന്നു. എന്താ അച്ഛാ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങോട്ട് കിട്ടിയതിന് അങ്ങ് അതേ നാണയത്ത് തിരിച്ചു കൊടുക്കാനുള്ളതിന് അവൻ കാണിക്കുന്നത് വെറും പൊട്ടനല്ലേ, അവൻ വെറും പൊട്ടൻ. എന്താ അച്ഛാ കാര്യമെന്ന് നിധി ചോദിക്കുമ്പം, ഇന്ന് ആ നിധിയെ ആ സുനന്ദയെന്ന് പറയുന്നവളെ കല്യാണം കഴിച്ചു വിടുന്ന വീടില്ലേ, ആ വീട്ടിലെ ചെറുക്കൻ്റെ ആരോ അവളെപ്പറ്റി അറിയാനായിട്ട് ഇവിടെ വന്നായിരുന്നു. അപ്പോൾ എൻ്റെ മുന്നിലാണ് വന്നവനോട് ഞാൻ നല്ല കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ഒട്ടകം വന്ന് തലയിടുന്നത് പോലെ ഈ വീട്ടിൽ മൂത്ത സന്തതി വന്നത് എല്ലാം പൊളിച്ചടിക്കി അങ്ങ് കൈ കൊടുത്ത് അങ്ങ് വിട്ടു. അങ്ങനെ സുഭാഷ് പറഞ്ഞ കാര്യം എല്ലാം പറയുക. അതൊക്കെ കേട്ട് നിധിയും നികേഷും അന്തം വിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല അവരെ കൊണ്ട്, ഇവനെയും കൊണ്ട് ഞാൻ നാണം കെട്ട് പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. സുധീഷ് എൻ്റെ മൂത്ത മോനായിരുന്നെങ്കിൽ പോലും എനിക്ക് ഇത്ര നാളെ ഉണ്ടാവത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. തലയിലെഴുത്തല്ലാണ്ട് എന്നാ പറയുന്നതെന്ന് പറഞ്ഞിങ്ങനെ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ നിധിയാണെങ്കിൽ നികേഷിനോട്, എന്നാലും ഈ സുഭാഷ് ചേട്ടൻ എന്ത് പണിയെ കാണിച്ചേ, ഇത്രയും പാവാകാൻ എങ്ങനെയാടാ പറ്റുന്നത് ഒരു മനുഷ്യനെന്ന് ചോദിച്ചപ്പം നികേഷ് ഒന്ന് ചിരിച്ചു. ഇങ്ങോട്ട് ചതിച്ചവരോടും തെറ്റ് ചെയ്തവരോടും തിരിച്ചൊന്നും ചെയ്യാതിരിക്കുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്, ഇത് നല്ലത് പറഞ്ഞ് തിരിച്ചയക്കുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴും നികേഷ് ചിരിച്ചു. സാധാരണ ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോൾ എന്തായാലും ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് അന്വേഷിക്കാൻ വന്നിരിക്കാൻ നല്ലത് നാല് പറഞ്ഞു കൊടുക്കാമെന്നല്ലേ പലരും വിചാരിക്കും. അപ്പോൾ അതെ, പക്ഷേ ഇവൻ സാധാരണക്കാരനല്ലല്ലോ, ദിവ്യനല്ലേ, സുഭാഷ് ആനന്ദ പരമഹംസ യോഗി എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അന്നേരം അങ്ങോട്ടേക്ക് വന്നു. അന്നേരവും നികേഷ് ഇങ്ങനൊന്നും മിണ്ടാതെ നിൽക്കുക, ഇങ്ങനെ ഒരുത്തനായതുകൊണ്ടാണ് ഇവന് നല്ല ബന്ധമൊന്നും കിട്ടാതെ പോകുന്നതെന്നൊക്കെ അച്ഛൻ അന്നേരം പറഞ്ഞു. മയിൽക്കുറ്റി കുഴിച്ചിട്ടതുപോലെ മൂക്കിൽ പല്ല് വരുന്നത് വരെ അവൻ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ സുഭാഷേട്ടൻ നടക്കേണ്ട സമയത്ത് നടന്നോളൂ, നിങ്ങൾ വിഷമിക്കണ്ടെന്ന് നികേഷ് പറയും, നടത്താനും വരണ്ട. അപ്പോൾ ഇല്ലടാ അതിനെൻ്റെ പട്ടി വരുവടാ എന്നും പറഞ്ഞുകൊണ്ട് അപ്പൻ മോനോട് വഴക്ക് പറഞ്ഞു അങ്ങ് പോയി. അപ്പോൾ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടക്കാത്തതിൽ അച്ഛന് നല്ല വിഷമമുണ്ട്, അതാ ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ അത് പുറത്ത് കാണിക്കാത്തതാണെന്നും നികേഷ് പറയട്ടെ. അതിൻ്റെ പേരിൽ ഒരു കുഴപ്പം വരാൻ സുഭാഷ് ചേട്ടൻ ഒരിക്കലും ആഗ്രഹിക്കില്ല എന്നും പറഞ്ഞു. പിന്നെ റിയലി ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞേക്കാം, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും സുഭാഷ് ചേട്ടൻ്റെ കല്യാണം മാത്രം നടക്കുന്നില്ല എന്നും നികേഷ് പറയട്ടോ. എത്ര ആലോചനകൾ വന്നു, പക്ഷെ ഒന്നും ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് നികേഷ് പറയുക. അവസാനം ഇങ്ങോട്ട് ഇഷ്ടം പറഞ്ഞു വന്ന ആൾ പോലും കഷ്ടം. അപ്പം നീ നോക്കിക്കോ, അവസാനം ഒരു നല്ല വീട്ടിൽ നിന്ന് സുഭാഷ് ചേട്ടനെ പോലെ തന്നെ ഒരു നല്ല കുട്ടി വരും, ഉറപ്പാ എന്ന് നിധി ഇങ്ങനെ നികേഷിനോട് പറഞ്ഞപ്പോൾ നികേഷ് ഒന്ന് ചിരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സുഭാഷും സുധീഷും കൂടെ വർത്താനം പറഞ്ഞ് നടന്നു വരിക. അപ്പോൾ കോൾസ് SMS ഒക്കെ ഫ്രീ ആയപ്പോൾ വിളിക്കാൻ ആളില്ലാണ്ടായി പോയില്ലേ ഏട്ടാ. അപ്പോൾ ഞാൻ പണ്ടും അങ്ങനെ ആരെയും വിളിക്കാറില്ലോടാ എന്ന് സുഭാഷ് സുധീഷിനോട് പറയുന്നു. അതിന് നിങ്ങളുടെ കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ്. മുമ്പൊക്കെ 100 SMS മാത്രമേ അയക്കാൻ പറ്റുണ്ടായിരുന്നുള്ളൂ, അത് തന്നെ എൻ്റെ പൊന്നോ ഇപ്പോൾ ഫ്രീ ആയപ്പോൾ ആരും കിട്ടാനുമില്ല. അല്ല നീ എന്തിനാ SMS-ലൂടെയും ഫോണിലൂടെയും മാത്രം സംസാരിക്കുന്നേ, അല്ലാതെ നിനക്ക് സംസാരിച്ചുകൂടെയെന്ന് ചോദിച്ചു. അതെന്തിനാ, ഞാൻ കൂടെ നടക്കുമല്ലേ, എന്നോട് സംസാരിച്ചുകൂടെയെന്ന് ചോദിച്ചു സുഭാഷ്. അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്, സുഭാഷ് എന്നോട് ഞാൻ എന്നതാ സംസാരിക്കണ്ടേ, അല്ലെ തന്നെ ഞാൻ എന്നും സംസാരിക്കുന്നല്ലേ, ഇതൊന്നുമല്ല, ഇത് പുതിയ വലിയ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നത് എങ്ങനെയാ ഞാൻ പറഞ്ഞത്. ഐ മീൻ ഓൺലൈൻ ഫ്രണ്ട്സേ. എടാ നീ നേരെയാകാൻ പോകുന്നില്ല, നിന്നെ പറഞ്ഞിട്ട് കാര്യവും ഇല്ല എന്ന് പറഞ്ഞു. ഈ തെറ്റിദ്ധരിക്കല്ലേ എൻ്റെ സുഭാഷ് ചേട്ടാ, ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്, എനിക്ക് നിന്നെപ്പറ്റി നല്ല ധാരണയും ശരിയായ ധാരണയും ഉള്ളത്, മനസ്സിലായോ എന്ന് സുഭാഷ് സുധീഷിനോട് ചോദിക്കുന്നു. അങ്ങനെ ഇവർ നിൽക്കുമ്പോൾ സുഭാഷ് ചേട്ടാ ഇത് കണ്ടോ, നാളത്തെ ഫംഗ്ഷൻ്റെ തയ്യാറെടുപ്പിലാണെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പൂമാലയൊക്കെ വലിച്ചു കെട്ടിയിരിക്കുന്ന സുനന്ദയുടെ വീട് കാണിച്ചു കൊടുക്കുക. അപ്പോൾ സുഭാഷ് ചേട്ടാ അതെ ചേട്ടന് വിഷമം തോന്നുന്നുണ്ടല്ലേ, അപ്പോൾ എന്തിനു നീങ്ങ് വന്നേ എന്ന് പറഞ്ഞ് സുഭാഷ് സുധീഷിനെ വിളിച്ചുകൊണ്ട് പോകുമ്പം ഇവർ അപ്പോൾ ആ പോകുന്ന ഭാസ്കർ മാമൻ്റെ പിള്ളേരല്ലേ എന്നെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ചോദിക്കുന്നു. അലവലാദികൾ തന്നെ. അപ്പോഴത്തേക്കും നമ്മുടെ സുനന്ദ ഇത് കേട്ട് ഓടി വരും. എന്നിട്ട് ജനലിലൂടെ സുഭാഷിനെ നോക്കും. ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സുനന്ദ കണ്ടു. അപ്പോൾ അങ്ങനെ സുനന്ദ ഇവരെ നോക്കി
കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ, സങ്കടം സഹിക്കാൻ മേലാതെ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.